കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എത്ര പേർ ഇന്ന് പകൽ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ദൈവമേ അങ്ങ് എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്? സ്തോത്രം. കർത്താവ് ഈ പകൽ എന്നോട് സംസാരിക്കണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചെറിയ ചെറിയ പ്രാർത്ഥനകൾക്ക് വലിയ റിസൾട്ടുകളെ തരുവാൻ കഴിയും. ചെറിയ പ്രാർത്ഥനകൾക്ക് വലിയ റിസൾട്ടുകളെ തരുവാൻ കഴിയും. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് അപ്രകാരമുള്ള ഒരു സബ്ജക്റ്റാണ്. വായിക്കാം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. എബേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, എബേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ പുസ്തകത്തിനകത്ത് ചെറുക്കെങ്കിലും പരിചിതനല്ലാത്ത ഒരാളുടെ പേരാണ് എബേസ്. അതിൻ്റെ കാരണം എബേസിലൂടെ നടന്ന ഒരു വലിയ അത്ഭുതമോ അല്ലെങ്കിൽ ഒരു വലിയ മോശയിലൂടെ നടന്ന പോലെ ഒരു ചെങ്കടൽ പിളർത്തുന്നതോ, ഏലിയാവിലൂടെ നടന്നതുപോലത്തെയുള്ള ഒരു തീയിറക്കലോ, എലീശയിലൂടെ നടന്നതുപോലെയോ അബ്രഹാമിലൂടെ നടന്നതുപോലെയോ അങ്ങനത്തെ ഒരു അത്ഭുതങ്ങളൊന്നും എബേസിലൂടെ നടന്നിട്ടില്ല. എബേസിൻ്റെ ഒരു പേഴ്സണൽ പ്രയർ, ഒരു വ്യക്തിപരമായ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് അവിടെ മെൻഷൻ ചെയ്യുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് ആളുകളുടെ പേരിങ്ങനെ പറഞ്ഞു വരികയാണ്. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കാണിക്കൂ. യഹൂദയുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബൽ. ശോബലിൻ്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സേരത്യരുടെ കുലങ്ങൾ. ഏദാമിൻ്റെ അപ്പനിൽ നിന്ന് ഉത്ഭവിച്ചവർ ഇവർ. ഇസ്രായേൽ, ഇഷ്മ, ഇദ്ബാസ്. അവരുടെ സഹോദരിക്ക് ഹസലോൽപൂനി എന്നു പേർ. പെനുവേൽ ഗോദോരിൻ്റെ അപ്പനും ഏസർ ഹൂശയുടെ അപ്പനുമായിരുന്നു. ഇവർ ബേത്ലഹേമിൻ്റെ അപ്പനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിൻ്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അശ്ഹൂരിന് ഹേല, നയര എന്ന 2 ഭാര്യമാരുണ്ടായിരുന്നു. നയര അവന് അഹൂസാം, ഹേഫേർ, തേമനി, ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നയരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹർ, യത്നാൻ. കോസ് ആനൂബിനെയും സോബേബയെയും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. കുറേ ആളുകളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 9-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് പേര് പറഞ്ഞു പോകുന്നതിൻ്റെ അപ്പുറത്ത് ഒരു 2 സെൻറ്റൻസ് പരിശുദ്ധാത്മാവിന് എബേസിനെ പറ്റി പറയാനുണ്ട്. എബേസ് ഏറ്റവും മാന്യനായിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെ ദൈവം മെൻഷൻ ചെയ്യും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. അനേകം പേരുകൾക്കപ്പുറത്ത് ഒരു പേര്, 2 സെൻറ്റൻസ് എഴുതാതെ പോകാൻ ദൈവാത്മാവിനാകുമായിരുന്നില്ല. അതിനുശേഷം വീണ്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ പേരുകൾ പറഞ്ഞ് താഴേക്ക് പോകുകയാണ്. മലാപിടം വരുമ്പോൾ 2 വാക്യം പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. എബേസ് ഏറ്റവും മാന്യനായിരുന്നു. സ്തോത്രം. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. എബേസിൻ്റെ തുടക്കം വ്യസനത്തോടെയാണ് അവൻ ജനിച്ചത്. ആമേൻ. റീസൺ എന്തെന്ന് നമുക്കറിയില്ല. പക്ഷേ ദൈവാത്മാ പറയുന്നു അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. അപ്പം തുടക്കം വ്യസനത്തോടെയാണ്. എഴുതി അവസാനിക്കുന്നത് അവൻ അപേക്ഷിച്ചത് ദൈവം അവന് കൊടുത്തു എന്നാണ്. തുടക്കം വേദനയോടെയാണേലും ഒടുക്കം അനുഗ്രഹത്തോടെയായിരുന്നു.
അപ്പോൾ വേദനയോടെ തുടങ്ങിയവൻ അനുഗ്രഹത്തോടെ അവസാനിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചത്? അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചു. ഈ പകലാരെങ്കിലും വേദനയോടെ തുടങ്ങിയിട്ടുണ്ടോ? ഒടുക്കം അനുഗ്രഹിക്കപ്പെടാൻ ഇടയ്ക്ക് സംഭവിക്കേണ്ടത് ദൈവത്തോട് അപേക്ഷിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, ദൈവത്തോട് അപേക്ഷിക്കാതെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുൻപോട്ട് പോകുക സാധ്യമല്ല. ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുന്നവരായിരിക്കണം. കർത്താവ് പഠിപ്പിച്ചു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അപേക്ഷിക്കുക എന്നാണ്. നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം. സ്തോത്രം. ഒരു ദീർഘമായ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരപേക്ഷയല്ല, മറിച്ച് കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ചെറിയ അപേക്ഷ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വൻ കാര്യങ്ങൾ നടന്നത് മുഴുവൻ ദീർഘമായ പ്രാർത്ഥനകളുടെ അപ്പുറത്തല്ല, ചുരുക്കമായ പ്രാർത്ഥനകളുടെ അപ്പുറത്താണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ചെറിയ പ്രാർത്ഥനകൾ മതിയോ എന്ന്. അല്ല, ദീർഘമായ രഹസ്യ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് ചുരുക്കത്തിലുള്ള പരസ്യ പ്രാർത്ഥനകൾ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. രഹസ്യത്തിൽ ദീർഘമായി പ്രാർത്ഥിക്കുന്നവർക്ക് പരസ്യത്തിൽ ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ പ്രാർത്ഥനകൾക്ക് റിസൾട്ടിനെ കൊണ്ടുവരാൻ കഴിയും. രഹസ്യത്തിൽ ദീർഘമായി പ്രാർത്ഥിക്കാത്തവർക്കാണ് പരസ്യത്തിൽ ദീർഘമായി പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, രഹസ്യ പ്രാർത്ഥനകൾ ദീർഘമായിരിക്കട്ടെ, നിങ്ങളുടെ പരസ്യ പ്രാർത്ഥനകൾ ചുരുക്കമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഏലിയാവ് കർമ്മേലിൻ്റെ മുകളിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. ആ പ്രാർത്ഥന വളരെ ചുരുക്കമാണ്. നീ എൻ്റെ ദൈവമാണെന്നും ഞാൻ നിൻ്റെ ദാസനാണെന്നും ഈ ജനം അറിയേണ്ടതിന് ഈ യാഗപീഠത്തിൻ്റെ മുകളിൽ തീയിറക്കണമേ. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ചിന്തിക്കും, ഇത്രയും ചെറിയ പ്രാർത്ഥന മതിയോ തീയിറങ്ങാൻ? സ്തോത്രം. പോരാ. ഇതിൻ്റെ പുറകിൽ മണിക്കൂറുകളുടെ പ്രാർത്ഥനയുണ്ട്, ഇതിൻ്റെ പുറകിൽ മാസങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഇതിൻ്റെ പുറകിൽ അവൻ്റെ ആയുസ്സിൻ്റെ കാലം വരെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുണ്ട്. പരസ്യത്തിൽ നിങ്ങൾ ചുരുക്കമായി പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അങ്ങനെയുള്ളവരുടെ രഹസ്യ പ്രാർത്ഥനകൾ ദീർഘമുള്ളതാണ്. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവത്തോട് അപേക്ഷിക്കാതെ നമുക്ക് ഒന്നും ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിക്കാനാവില്ല. ആമേൻ. സ്തോത്രം. വായിക്കൂ യാക്കോബിൻ്റെ ലേഖനം 7-ാം അധ്യായം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. യാചിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ദൈവത്തോട് യാചിക്കണം. എന്നെ നോക്കൂ, ദൈവത്തോട് യാചിക്കണം. സ്തോത്രം. ദൈവത്തോട് യാചിക്കണം. നിങ്ങളെന്താ ആമേൻ പറയാത്തത്? ദൈവത്തോട് യാചിക്കണം. എങ്ങനെയാണ് നിങ്ങൾ യാചിക്കാറ്? മനുഷ്യനോട് എങ്ങനെയാ യാചിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഒരു ജോലിക്ക് വേണ്ടി എങ്ങനെയാ യാചിക്കേണ്ടതെന്ന് നമുക്കറിയാം. പണത്തിനു വേണ്ടി എങ്ങനെയാ യാചിക്കേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ ദൈവത്തോട് നമ്മൾ ആരും യാചിക്കാറില്ല. അത് കേവലം ഒരു വാക്കായി പറഞ്ഞ് നമ്മൾ വിടുകയാണ്. സ്തോത്രം. യാക്കോബ് പറയുന്നു, നിങ്ങൾ യാചിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് പലതും ലഭിക്കുന്നില്ല. മറുവശം, യാചിക്കുന്നവർക്ക് വേണ്ടി മാത്രം കൊടുക്കാൻ ദൈവത്തിൻ്റെ പക്കൽ ചിലതുണ്ട്. യാചിക്കുന്നവർക്ക് വേണ്ടി മാത്രം കൊടുക്കാൻ ദൈവം ചിലത് സൂക്ഷിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ ചെന്നു. ഒരാൾ സ്വർഗ്ഗത്തിൽ ചെന്നു. അപ്പോൾ പത്രോസിൻ്റെ കൂടെ അദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നടക്കുകയാണ്. ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ ഒരു മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ പത്രോസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോകാതെ വണ്ണം മറച്ചു പിടിച്ച് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ മുറിക്കകത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈ മുറിക്കകത്തുള്ളവ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്കത് വലിയ സങ്കടം ഉണ്ടാക്കും. അത്രയും കേട്ടാൽ പിന്നെ അത് കാണുക എന്നുള്ളതാണല്ലോ പിന്നെ നമ്മുടെ സ്വഭാവം. കാണരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് കാണുക എന്നുള്ളതാണ്. ഇദ്ദേഹം പിന്നെ അതിലൂടെ എല്ലാം പത്രോസ് കൊണ്ടു നടന്ന എല്ലാ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മൊത്തം ആ മുറിക്കകത്ത് എന്തായിരിക്കും. ഇദ്ദേഹം പത്രോസിനോട് പറഞ്ഞു, എനിക്ക് ആ മുറി കയറണം, എനിക്ക് ആ മുറിക്കകത്തുള്ളത് എന്നാന്ന് കാണണം. നിർബന്ധം കൂടി പത്രോസ് പല പ്രാവശ്യം പറഞ്ഞു, നീ പിന്നീട് ഇത് സങ്കടപ്പെടും, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. ഇതവന് പറ്റത്തില്ല, എനിക്കത് കണ്ടേ പറ്റൂ.
നിർബന്ധം കൂടിയപ്പോൾ പത്രോസ് ഇദ്ദേഹത്തെ ഈ മുറി കൊണ്ടുപോയി. ആ മുറിയിൽ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആൽഫബറ്റിൽ എ തുടങ്ങുന്ന പേരുള്ളവരുണ്ട്, ബി തുടങ്ങുന്ന പേരുള്ളവരുണ്ട്, സി തുടങ്ങുന്ന പേരുള്ളവരുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വരുന്ന ആ ഷെൽഫിലേക്ക് ഇതൊക്കെ വിട്ടിട്ട് ഇദ്ദേഹം ഓടി അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അഡ്രസ്സ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഏരിയ കണ്ടു. അവിടെ ഒരു പാക്കറ്റ് ഇരിക്കുക, ഒന്നല്ല പല പാക്കറ്റുകൾ ഇരിക്കുക. ഇതിൻ്റെ എല്ലാം പുറത്ത് ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്. ഇദ്ദേഹം പത്രോസിനോട് ചോദിച്ചു, ഈ വൈറ്റ് ബോക്സ് നല്ല ചുമന്ന റിബണൊക്കെ കെട്ടി വച്ചേക്കുന്ന ഈ ബോക്സ്, ഇതിന് പുറത്ത് എൻ്റെ പേരുണ്ട്, എന്താണ് ഇതിൻ്റെ അകത്ത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ഭൂമിയിലായിരുന്നപ്പോൾ നീ ചോദിച്ചെങ്കിൽ നിനക്ക് തരാൻ ദൈവം വെച്ച ഗിഫ്റ്റുകളായിരുന്നു. നീ ചോദിക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു കഥയാണ്, ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ പക്കൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളിലേക്ക് തരാൻ ചിലവ് ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ആമേൻ. നമ്മൾ ദൈവമക്കളാണ്. എല്ലാവർക്കും ലഭിക്കുന്നത് മാത്രം നമുക്ക് ലഭിച്ചാൽ പോരാ, ചിലത് സ്പെഷ്യലായി നമ്മിലേക്ക് എത്തണം. അതിന് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കണം. ആമേൻ. യബേസ് അപേക്ഷിച്ചു എന്നാണ്, അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. മതി, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. യാചിക്കണം, അപേക്ഷിക്കണം, യാചിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് യാചിക്കണം, യാചിക്കണം. എത്ര താഴ്ന്നായിരിക്കും നമ്മളൊരു കാര്യം യാചിക്കുക? നമ്മളൊരു മനുഷ്യനോടൊരു കാര്യം യാചിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം താഴേക്ക് ഇറങ്ങും? നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഭാഷ കൊണ്ട്, നമ്മുടെ ശരീരഭാഷ കൊണ്ട്. ആമേ, സ്തോത്രം. ശരിയല്ലേ? നമ്മളാരും നെഞ്ചു വിരിച്ചു നിന്നിട്ട് ആരോടെങ്കിലും വല്ലതും യാചിക്കാറുണ്ടോ? നമുക്കൊരു കാര്യം നടത്തി കിട്ടണമെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ഭാവം മാറും, നമ്മുടെ ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ആമേൻ. അത് കേവലം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മുൻപിലാണെങ്കിൽ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവത്തിൻ്റെ മുൻപിൽ യാചിക്കാൻ നിൽക്കുമ്പോൾ, സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ അപേക്ഷിക്കാൻ നിൽക്കുമ്പോൾ, ദൈവത്തെ കൊണ്ടല്ലാതെ പരിഹരിക്കാനാകാത്ത പ്രശ്നവുമായി ദൈവസന്നിധിയിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ശരീരഭാഷ മാറണ്ടേ? നമ്മുടെ മുഖഭാവങ്ങൾ മാറണ്ടേ? സ്തോത്രം. നമ്മുടെ ഭാഷയ്ക്ക് മാറ്റമുണ്ടാവണ്ടേ? ആമേൻ. സ്തോത്രം. പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്നില്ല. പഠിച്ച് ശീലിച്ച ചില വാചകങ്ങൾക്കപ്പുറത്തേക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ആമേൻ 2025 പെന്തക്കോസ്തുകാർക്ക് കഴിയാതെ പോകുന്നു. ആമേൻ. ഒന്ന്, നമുക്ക് പലതും ഉണ്ടായിപ്പോയി. നമുക്ക് പലതും എന്താ പറയുക, നമ്മുടെ കയ്യിലുണ്ട്. മീൻസ് പണമുണ്ട്, അല്ലെങ്കിൽ വസ്ത്രമുണ്ട്, അല്ലെങ്കിൽ വീടുണ്ട്, അല്ലെങ്കിൽ വണ്ടിയുണ്ട്, പിള്ളേരുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള വഴി നമുക്കറിയാം, നേടാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് നമ്മളാരും അപേക്ഷിക്കാത്തവരായി പോകുന്നു. ആമേൻ. പക്ഷെ ദൈവമക്കൾ അറിയുക, ചില കാര്യങ്ങൾ മനുഷ്യന്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കാനാവില്ല. ചില കാര്യങ്ങൾക്കകത്തേക്ക് മനുഷ്യന്റെ ബുദ്ധിക്ക് കടമു ചെല്ലാനാവില്ല. ചിലത് പരിഹരിക്കാൻ ദൈവത്തെ കൊണ്ടേ സാധ്യമാകത്തുള്ളൂ. ദൈവത്തോട് അപേക്ഷിക്കാൻ മടിക്കരുത്, ദൈവത്തോട് യാചിക്കാൻ മടിക്കരുത്, ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ മടിക്കരുത്. സ്തോത്രം. എന്താണ് യബേസ് പ്രാർത്ഥിച്ചത്? നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരെനിക്ക് വിശാലപ്പെടുത്തണം, നീ എന്നോട് കൂടെ ഇരിക്കണം, എൻ്റെ അനർത്ഥങ്ങൾ എനിക്ക് വ്യസന കാരണമാകരുത്. അവൻ എന്താണോ ആഗ്രഹിച്ചത് അതവൻ ദൈവത്തോട് പറയാൻ തയ്യാറായി. ഒന്നുകൂടെ, യബ്ബേസിന് താൻ ആരായിത്തീരണം എന്നവൻ ആഗ്രഹിച്ചുവോ, തനിക്ക് നാളെ എന്താണ് ആവശ്യമായി വരുന്നത് എന്ന് താൻ ചിന്തിച്ചുവോ, അതവൻ ദൈവത്തോട് ഷെയർ ചെയ്തു. സ്തോത്രം. എനിക്കെൻ്റെ ഇന്നല്ല എൻ്റെ പ്രശ്നം. ഇന്ന് അവൻ വ്യസനത്തോടെ പ്രസവിക്കപ്പെട്ടവനാണ്. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ചിന്തയിൽ, അവൻ്റെ അമ്മയുടെ കാലം മുതൽ വ്യസനിക്കുമ്പോൾ ചിലതുണ്ട്.
അതൊരു റിയാലിറ്റിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ യബ്ബേസ് തീരുമാനിച്ചു, ഇതിൽ ഞാൻ തുടരത്തില്ല, ഞാൻ ഇതിങ്ങനെ പറഞ്ഞങ്ങ് മുമ്പോട്ട് പോവില്ല, ഇതിനെ ഞാൻ മാറ്റും, ഇതിനെ ഞാൻ മാറ്റും. മാറ്റാൻ കഴിവുള്ള ദൈവത്തിന്റെ മുൻപിൽ യബ്ബേസ് കയറി വന്നു. എനിക്കു നാളെ എന്താകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതാക്കി തീർക്കാൻ കരുത്തുള്ള ദൈവത്തോട് ആ കാര്യത്തെ യബ്ബേസ് ഷെയർ ചെയ്തു. എന്നെ അങ്ങനെ ആക്കാൻ ദൈവത്തിനെ പറ്റൂ, എന്നെ അങ്ങനെ ആക്കാൻ ദൈവത്തിനെ പറ്റൂ, എനിക്കത് ചെയ്തു വരാൻ ദൈവത്തിനെ പറ്റൂ. ദൈവത്തിനു മാത്രം പറ്റുന്ന കാര്യങ്ങൾ ദൈവത്തോട് പറയണ്ടേ? അതിന് മനുഷ്യനോട് പറയുന്നത് എന്തിനാ? അതിന് മനുഷ്യനോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? വീണ്ടും ദൈവത്തിനു, ഞാൻ ഈ പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. പിള്ളേർ അതിലൊക്കെ നടന്നോളും. സ്തോത്രം, മൈൻഡ് ചെയ്യണ്ട. സ്തോത്രം, സ്തോത്രം. ദൈവത്തിനു മാത്രം ചെയ്തു വരാൻ കഴിയുന്ന കാര്യങ്ങൾ ദൈവത്തോട് പറയണ്ടേ? നിങ്ങൾ പിന്നെ എന്തിനത് വീണ്ടും മനുഷ്യനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിങ്ങൾ എന്തിനാ വീണ്ടും വീട്ടിലത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നേ? നിങ്ങൾ എന്തിനാ വീണ്ടും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? മാറ്റാൻ കഴിയുമ്പോ ദൈവത്തോട് സംസാരിക്കുക. ദൈവം കാര്യങ്ങൾക്കകത്ത് ഇടപെടും, ദൈവം കാര്യങ്ങൾക്കകത്ത് ഇടപെടും. യബ്ബേസിന്റെ ആഗ്രഹം എന്താണ്? നീ എന്നെ അനുഗ്രഹിക്കണം, എന്റെ അതിര് എനിക്ക് വിശാലപ്പെടുത്തണം. ഇതൊക്കെ എന്താണ് അതിന്റെ അർത്ഥമുള്ളത് നമുക്ക് ചിന്തിക്കാം. ഈ ഒരു കാര്യത്തെ യബ്ബേസ് ഒരു മനുഷ്യനോട് ഷെയർ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന കുറച്ച് കളിയാക്കലുകളും കുറച്ച് പുച്ഛങ്ങളും പ്രാർത്ഥനയെ മടുപ്പിക്കുന്ന കുറച്ച് വാചകങ്ങളും അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അമ്മേ, നിങ്ങളുടെ വിഷൻ എത്ര വലുതാണോ അത് നടത്തിത്തരാൻ കൂടെ നിൽക്കാൻ കഴിയുന്നവരോട് മാത്രം ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കത് മനസ്സിലാവില്ല, മറ്റുള്ളവർക്ക് അതിനെ പുച്ഛിക്കും, മറ്റുള്ളവർ അതിനെ കളിയാക്കും, മറ്റുള്ളവർ അതിനെ ചെറുതാക്കും. ആമേൻ. നിങ്ങളുടെ വിഷൻ ഷെയർ ചെയ്യാൻ കഴിയുന്ന മനുഷ്യന്റെ അപ്പുറത്തുള്ള വിഷനാണെങ്കിൽ അത് മനുഷ്യനോട് പറയരുത്, അത് നടത്തിത്തരാൻ കഴിവുള്ള ദൈവത്തോട് ഷെയർ ചെയ്യുക. എനിക്ക് ഞാൻ എന്താകണം എന്ന എൻ്റെ ആഗ്രഹം പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്പേസ് അത് ദൈവ സന്നിധിയാണ്. അവിടെ നമുക്കത് ഷെയർ ചെയ്യാം, അവിടെ നമുക്കത് പറയാം. ദൈവം നമുക്ക് വേണ്ടി അവൻ നടത്തിത്തരും. എന്താ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കാണുന്നത്? എന്താ നിങ്ങൾ നിങ്ങളുടെ നാളെയെ പറ്റി കാണുന്നത്? എന്താ നിങ്ങൾ നിങ്ങളുടെ തലമുറയെ പറ്റി കാണുന്നത്? എങ്ങനെയാ നിങ്ങൾ നിങ്ങളുടെ നാളെയുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണോ? അനേകം ദൈവമക്കളും യാതൊരു പ്ലാനും ഇല്ലാത്തവരാണ്. അനേകം ദൈവമക്കൾക്കും നാളെയെ കുറിച്ച് ഒരു ചിന്തയേ ഇല്ലാത്തവരാണ്. അവർക്ക് ഇന്നത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആമേൻ. നമ്മൾ ചിലർക്കെങ്കിലും നാളെയെക്കുറിച്ച് വ്യക്തമായ പ്ലാനുണ്ട്, നാളെയെക്കുറിച്ച് വ്യക്തമായ ചിന്തകളുണ്ട്. അവർ അവരുടെ മക്കളെ കുറിച്ച് അവർ സ്വപ്നം കാണുന്നു, അവർ അവരുടെ ദേശത്തെ കുറിച്ച് അവർ സ്വപ്നം കാണുന്നു, അവർ അവരുടെ സഭയിൽ അവർ സ്വപ്നം കാണുന്നു, അവർ അവരുടെ മിനിസ്ട്രിയിൽ അവർ സ്വപ്നം കാണുന്നു. ആ സ്വപ്നം നിങ്ങൾ ദൈവത്തോട് പറ, ദൈവം നിങ്ങൾക്ക് വേണ്ടി നടത്തി തരും. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി, അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. നിങ്ങൾ ദൈവത്തോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ മനുഷ്യനോടാണ് ഷെയർ ചെയ്തതെങ്കിൽ മനുഷ്യർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താം, മനുഷ്യർ തടസ്സങ്ങൾ പറയാം, മനുഷ്യർ നിങ്ങളുടെ സാഹചര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ദുർബലപ്പെടുത്താം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ കാണുന്ന ഒരു സ്വപ്നം
നിങ്ങളുടെ ഒരു കസിനോടൊന്ന് വിളിച്ചു പറഞ്ഞു നോക്കൂ, അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, അവർ നിങ്ങളെ ക്ഷീണിപ്പിക്കും. നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ഒരു കസിനോട് പറയൂ, അവർ നിങ്ങളെ ആദ്യം ചെയ്യുന്നവർ നിരുത്സാഹപ്പെടുത്തുകയാണ്. നിങ്ങളുടെ നാളെയുള്ള ഒരു മിനിസ്ട്രിയെ പറ്റി ഷെയർ ചെയ്യൂ, നിങ്ങളുടെ ഒരു സ്വപ്നത്തെ പറ്റി, നിങ്ങളുടെ ഒരു ഡ്രീമിനെ പറ്റി പറയൂ, അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. സ്തോത്രം. പക്ഷെ നിങ്ങളുടെ ദൈവം അങ്ങനെയല്ല. നാം സേവിക്കുമ്പോൾ ദൈവം അങ്ങനെയല്ല. ആമേൻ. ദൈവം പറയും, ഞാൻ നിന്നെ കൈപിടിക്കാം, ഞാൻ നിന്നെ നടത്താം, അതിലേക്ക് നിന്നെ ഞാൻ കയറ്റി നിർത്താം, നിനക്ക് വേണ്ടി ഞാൻ അവ ചെയ്തു വരാം, ഇടപെടേണ്ട ഇടങ്ങളിൽ ഞാൻ ഇടപെടാം, പ്രവർത്തിക്കേണ്ട ഇടങ്ങളിൽ ഞാൻ പ്രവർത്തിക്കാം, അടഞ്ഞ വഴികളെ ഞാൻ തുറന്നു തരാം, തൊടേണ്ടവരെ ഞാൻ തൊടാം. യേശുവിന്റെ നാമത്തിൽ ഈ വചനം ഈ പകൽ ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെട്ട് തുടങ്ങട്ടെ. പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെട്ട് തുടങ്ങട്ടെ. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. എബേസിന്റെ പ്രാർത്ഥന 3 സെന്റൻസ് ആണ്, 3 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ അതിർ നീ വിശാലമാക്കണം. 2, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. 3, അനർത്ഥങ്ങൾ എനിക്ക് വ്യസന കാരണമാകരുത്. 3 പ്രാർത്ഥനകളാണ്, 3 സെന്റൻസുകളാണ്, 3 കാര്യങ്ങളാണ്. 1, എൻ്റെ അതിർ എനിക്ക് വിശാലപ്പെടുത്തണം. കുറച്ചുകൂടെ പ്രോപ്പർട്ടി വേണം, കുറച്ചുകൂടെ വസ്തുവക വേണം എന്നൊരാശയത്തിലല്ല യബേസിന്റെ പ്രാർത്ഥന. മറിച്ച് യബേസ് എൻ്റെ അതിരെനിക്ക് വിശാലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അകത്തെ അർത്ഥം ഇതാണ്: എൻ്റെ സ്വാധീന മേഖലകളെ വർദ്ധിപ്പിക്കണം. ആമേൻ. സ്തോത്രം. അത് ഭൂമി ആയിക്കോട്ടെ, അത് ജോലി ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള എൻ്റെ സ്വാധീനത്തെ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. എൻ്റെ അതിരെനിക്ക് വിശാലപ്പെടുത്തണം എന്നൊരു മനുഷ്യന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമ്പോൾ ദൈവം അത് അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു എന്ന പുസ്തകം. ആമേൻ. ഞാൻ സ്വാധീനിക്കുന്നത് 10 പേരെയാണെങ്കിൽ എൻ്റെ സ്വാധീനം 20 എത്തിക്കണം. ഞാൻ സ്വാധീനിക്കുന്നത് ഒരു ഗ്രാമത്തെയാണെങ്കിൽ എൻ്റെ സ്വാധീനം അടുത്തടുത്ത ഗ്രാമങ്ങളിലേക്ക് വർദ്ധിപ്പിക്കണം. എൻ്റെ മിനിസ്ട്രിയുടെ പവർ ചെന്നെത്തുന്നത് ഞാൻ പാർക്കുന്ന ചുറ്റുമുള്ള 4 വീടുകളിലേക്കാണെങ്കിൽ ആ അതിരിനെ വിശാലപ്പെടുത്തണം. അതിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക്, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക്, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് എൻ്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയുടെ അതിര് വിശാലപ്പെടണം. My Lord Jesus. Glory. 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 ഈ പ്രാർത്ഥന വലിയ ചേഞ്ചുകൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഈ വേദഭാഗം വലിയ ചേഞ്ചുകൾ സൃഷ്ടിച്ചതാണ്. ആമേൻ. ഏതൊക്കെ ദൈവദാസന്മാർ ചെറിയ ചിന്തകളിൽ അല്ലെങ്കിൽ ഇത്രയും മതിയെന്ന് ചിന്തിക്കുന്നുവോ ദൈവം അവർക്ക് അത്രയും നൽകും. ഇത് പോരാ, ഇതിൻ്റെ അപ്പുറം എന്നൊരു വിഷനിലേക്ക് വരുന്നുവോ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിരുകൾ വിശാലപ്പെടുക, സ്വാധീന മേഖലകൾ വർദ്ധിക്കുക. സ്തോത്രം. ഫസ്റ്റ് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കൂട്ടുക. ഇപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആമേൻ. 5 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക്. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന 10 പേരുകൾ അവ ചൊല്ലിയായിരിക്കാൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്.
എന്നാൽ എബേസിന്റെ ഭാഗത്തൂടെ ദൈവം പറയുന്നത് എണ്ണം വർദ്ധിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഏരിയ വിശാലപ്പെടട്ടെ. ഹല്ലേലൂയ. അത് കേവലം പുതുപ്പള്ളിയായി നിൽക്കാതെ, അത് കേവലം ചില വാർഡുകൾക്കകത്ത് നിൽക്കാതെ, അത് പഞ്ചായത്തുകൾ പരകട്ടെ, അത് ജില്ലകൾ പരകട്ടെ, അത് സംസ്ഥാനങ്ങൾ പരകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. സ്വാധീനം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ കേവലം കുറെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, അത് മിനിസ്ട്രി അവിടേക്ക് വർദ്ധിക്കുകയാണ്. ഇനി നമ്മുടെ ഉത്തരവാദിത്വങ്ങളും വർദ്ധിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് യബേസിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് അനേകം മാനങ്ങളുണ്ട്. 5 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് 50 പേർക്ക് വേണ്ടിയാകുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈസിയാണ്. പക്ഷേ അതൊരു ഉത്തരവാദിത്വമായിട്ടെടുക്കുമ്പോ അതത്ര എളുപ്പമല്ല. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ എപ്പോഴും ആ ഒരു ചെറിയ സംഖ്യക്കകത്ത് മാത്രം അവരുടെ പ്രയർ റിക്വസ്റ്റ് നിർത്തുന്നവരാണ്, പ്രയർ സബ്ജക്റ്റുകൾ നിർത്തുന്നവരാണ്. അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനേ ആവില്ല. അവർ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ആമേൻ. കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്ന് അവർക്ക് ഇന്നും അറിയത്തില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രയർ റിക്വസ്റ്റുകൾ മാറി വരട്ടെ, പ്രയർ സബ്ജക്റ്റുകൾ മാറി വരട്ടെ. ആമേൻ. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? നമ്മൾ പറഞ്ഞ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ? ഹല്ലേലൂയ. അതൊരു വിശാലപ്പെടുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുക എന്നാണ്. ആ വിഷയത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യേണ്ടി വരും, ആ വിഷയത്തെക്കുറിച്ച് പഠിക്കേണ്ടി വരും, ആ വിഷയത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വരും, അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരും. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, ആ പ്രാർത്ഥന റിയൽ ആണെങ്കിൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. ആമേ. നിങ്ങളത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. അവരുടെ വിഷയങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ കുടുംബത്തിനകത്ത് ഉയരുന്ന അസ്വസ്ഥതകൾ അവ നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തും. അവർ ഉറങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഉറങ്ങാനാവില്ല. അപ്പോഴാണ് അവർ ഉത്തരവാദിത്വമാകുന്നത്. അല്ല സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവരുടെ പേര് പറഞ്ഞെന്നുള്ളതല്ല. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാൽ അവരുടെ ഭാരം നിമിത്തം, അവരുടെ പ്രതിസന്ധി നിമിത്തം നിങ്ങളുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന്, അതിർ വിശാലപ്പെടുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നു. 2, അതിർ വിശാലപ്പെടുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ രാജ്യത്തിലേക്ക് കടന്നു കയറുകയാണ്. ഒന്നുകൂടെ, അതിർ വിശാലപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ കൈയടക്കി വച്ചിരിക്കുന്ന ഭൂമികക്കകത്തേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. അതിർ വിശാലപ്പെടുക എന്ന് പറഞ്ഞാൽ ആമേൻ, മറ്റൊരുത്തൻ കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലയിലേക്ക് കടന്നു കയറുക എന്നാണ്. നമ്മുടെ മിനിസ്ട്രി വിശാലപ്പെടുക എന്ന് പറഞ്ഞാൽ പിശാച് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയക്കകത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ആമേൻ പറ. ഹല്ലേലൂയ. ശത്രു പിടിച്ചു വെച്ച മേഖലക്കകത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അതാണ് അതിര് വിശാലപ്പെടുക. ഈ ഒരു അതിരിന്റെ അപ്പുറത്ത് ശത്രുവിന്റെ മേഖലയാണ്. അവിടേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. സഭ കയറാൻ പോവുകയാണ്. അഭിഷേകത്തോടെ കയറാൻ പോവുകയാണ്. ചില മേഖലകളെ പിടിക്കാൻ സ്വയം മറ്റു മേഖലയിലേക്ക് കടന്നു കയറുക എന്ന് പറഞ്ഞാൽ ശത്രു പിശാച് വെച്ച മേഖലകളിലേക്ക് കയറി ചെല്ലുക എന്നുള്ളതാണ്. അവന്റെ അധികാരത്തിലേക്ക്, അവന്റെ ബൗണ്ടറിക്കകത്തേക്ക്. സ്തോത്രം, സ്തോത്രം. അവൻ അവകാശം പറഞ്ഞ ഭൂമികക്കകത്തേക്ക്.
ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ കയറി ചെല്ലുക എന്നുള്ളതാണ്. ഓ മൈ ലോർഡ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാ പ്രയർ അല്ലേ എബേസിന്റെ പ്രയർ? എന്നാ പ്രയർ അല്ലേ? ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അതിന്റെ ആഴങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എത്ര ചെറിയ സെന്റൻസ് ആണ്. അതിന്റെ ആഴങ്ങൾ ചിന്തിച്ചു നോക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചെറിയ പ്രാർത്ഥനകൾ വലുതാകും. നമ്മുടെ ചർച്ച തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഒരു 3-4 മാസങ്ങൾക്ക് പുറകിൽ ഒരു ദിവസമല്ല, ചില ദിവസങ്ങൾ വൈകിട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. നമ്മുടെ ചർച്ചിലെ ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. എല്ലാ ദിവസവും വരുമായിരുന്നു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരാളെന്നുള്ളത് 2 ആളായി, 2 എന്നുള്ളത് 3 ആയി. അതിൻ്റെ എണ്ണം വർദ്ധിച്ചു. ഫാമിലികൾ വരാൻ തുടങ്ങി. ഹസ്ബൻഡും വൈഫും വരാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ആൾമോസ്റ്റ് 7 മണി മുതൽ 12 മണി വരെയും ഈ സഭയ്ക്കകത്ത് പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 12 മണി വരെ. ഇവിടെ ആരും ലീഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു മീറ്റിംഗ് ഒന്നുമില്ല. പാട്ടുപാടി പ്രാർത്ഥിച്ച് തുടങ്ങുക അങ്ങനെ ഒന്നുമില്ല. വരുന്നവർ നേരെ ഹോളിൽ കയറും. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ആ മൂലയ്ക്കോ ഈ മൂലയ്ക്കോ, ഇവിടെയോ അവിടെയോ ഇവിടെയോ എവിടെയെങ്കിലും ഇരുന്ന് അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനകൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അത് സംഭവിക്കും, അത് സംഭവിക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും വരാം. സമയമൊന്നും നോക്കണ്ട. സ്തോത്രം. എന്തുകൊണ്ട് എല്ലാവരും വൈകിട്ട് വരുന്നത് ചോദിച്ചാൽ പകൽ എല്ലാവർക്കും ജോലിയുണ്ട്. അതുകൊണ്ടാണ് വൈകിട്ട് വരുന്നത്. 7 മണി ആകുമ്പോൾ തൊട്ട് ഓരോരുത്തർ വന്നു തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ ഒരാൾ അരമണിക്കൂർ പ്രാർത്ഥിക്കും, അദ്ദേഹം പോകും. ചില 1 മണിക്കൂർ പ്രാർത്ഥിക്കും, അദ്ദേഹം പോകും. ആരും ആരെയും സ്വീകരിക്കുന്നില്ല. ആരും ആർക്കും യാത്ര പറയുന്നില്ല. ആരും ആരെയും ഗൈഡ് ചെയ്യുന്നില്ല. ആരും ആർക്കും വേണ്ടി ചായ ഉണ്ടാക്കുക, കാപ്പി ഉണ്ടാക്കുക ഒന്നുമില്ല. അവർ കയറി വരുന്നു, അവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഈ പകൽ നിങ്ങൾ ഈ സഭായോഗത്തിൽ ഇരിക്കുന്ന ആ ബെഞ്ചിന്റെ താഴെ ഈ ആഴ്ചയുടെ ഏതോ ഒരു സമയത്ത് ഒരു ദൈവവിധൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമേൻ. അവർ നിങ്ങൾക്കായി സ്തോത്രം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓരോ ബെഞ്ചിന്റെ ഇടയിലൂടെയും നടന്നു പ്രാർത്ഥിക്കുന്നവർ ഈ ആലയത്തിനകത്തുണ്ട്. അവർക്കും ക്ഷീണമുണ്ട്, അവർക്കും ജോലിയുണ്ട്, പക്ഷെ അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായി. ആമേൻ, ആമേൻ. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും വരാം, നിങ്ങൾക്കും വരാം. വരിക, കയറി വരിക, പ്രാർത്ഥിക്കുക. 10 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ്, അരമണിക്കൂർ നിങ്ങൾക്ക് വരാം, പ്രാർത്ഥിക്കാം, പോകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ശരിയൊരു പ്രാർത്ഥന. എൻ്റെ അതിരെ എനിക്ക് വിശാലപ്പെടുത്തണം. ആമേൻ. പിശാച് പിടിച്ചു വച്ച മേഖലയിലേക്ക് ഒരു മനുഷ്യൻ കയറി ചെല്ലാൻ പോവുകയാണ്. നിന്റെ തലമുറയെ പിശാച് പിടിച്ചു വെച്ചിട്ടുണ്ടോ? കയറി ചെല്ലും മുമ്പ് ആദ്യം പ്രാർത്ഥിക്കണം. നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ വീടിന്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓ, പിശാചിന്റെ മേഖലകളിലേക്ക് സഭ കയറി ചെല്ലട്ടെ. അവൻ പിടിച്ചു വച്ചവനെ പൊട്ടിച്ചെടുക്കുക. പ്രാർത്ഥിക്കുമ്പോൾ സഭ വളരും. ഹല്ലേലൂയ. അതിന്റെ വളർച്ചയെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. അതിന്റെ വളർച്ചയെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. അത് വളരും. ദൈവം അതിനെ വളർത്തും. ആമേൻ. ചില ആളുകൾ ചിന്തിക്കുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ടൈറ്റാന്നാണ്. ടൈറ്റ്. ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ ഞാൻ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. പ്രയർ റിക്വസ്റ്റ് അല്ലെങ്കിൽ പ്രയർ സബ്ജക്റ്റ് കൊണ്ട് ഞാൻ ഇനി ഇതിനകത്തേക്ക് അടുത്ത ഒന്ന് കയറുകയല്ല. ഇനി ഒരു പ്രാർത്ഥന കൂടെ താങ്ങാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ ഉള്ളതുപോലെ എനിക്ക് കൂടുതലാണ്. ഞാൻ എപ്പോഴും സഭയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയൂ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലെടുക്കൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 4-5 സബ്ജക്റ്റിനപ്പുറത്തേക്ക്
നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്കില്ല. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്കില്ല. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിങ്ങൾ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ആമേൻ, നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിങ്ങൾ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷെ ആ ഒരു പ്രാർത്ഥനയും നിങ്ങളെ അസ്വസ്ഥമാക്കുന്നില്ല. അതെല്ലാം നിങ്ങൾ കേവലം സെന്റൻസുകൾ മാത്രമാക്കി കടമകൾ തീർക്കുമ്പോൾ 1, 2, 3 പ്രാർത്ഥനകൾ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, അങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന, അങ്ങനെ ബാധിക്കപ്പെടുന്ന പ്രാർത്ഥനകളുടെ എണ്ണം, പ്രാർത്ഥനാ വിഷയങ്ങളുടെ എണ്ണം വർദ്ധിക്കണം. നിങ്ങളുടെ അയൽപക്കംകാരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകണം. ആമേൻ. അവന്റെ തകർച്ചയിൽ അവന്റെ കുടുംബം വഴിപഴയ്ക്കുന്നത് കാണുമ്പോൾ, അവന്റെ തലമുറകൾ നാശമാകുന്നത് കാണുമ്പോൾ, ആ വീടിന്റെ അകത്തെ സമാധാനം പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നിങ്ങൾ അവർക്ക് വേണ്ടി ഉപവസിക്കാൻ തയ്യാറാകണം. നിങ്ങൾ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. ആമേൻ. നമ്മൾ അസ്വസ്ഥരാകണം. നമ്മൾ ആർക്ക് വേണ്ടിയാണ് അസ്വസ്ഥരാകുന്നത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിരുകൾ വിശാലപ്പെടുക. വായിക്കൊന്ന് വായിക്കുക. എൻ്റെ അതിരെനിക്ക് വിശാലമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. എബേസി കാര്യം പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ഈ ദൈവത്തിൻ്റെ കൈ തൻ്റെ കൂടെ വരത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. ഈ ജനിച്ചു വീണതിൻ്റെ വ്യസനം എന്നതിൻ്റെ അപ്പുറത്തേക്ക് തൻ്റെ അതിര് വിശാലപ്പെട്ട് കഴിയുമ്പോൾ താൻ ഫേസ് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കുന്നോ? അതിര് വിശാലപ്പെട്ട് കഴിയുമ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്താണ്? എൻ്റെ അതിരെനിക്ക് വിശാലപ്പെടുത്തണം. ദെൻ അതിര് വിശാലപ്പെട്ട് കഴിയുമ്പോൾ ഇനി മുൻപോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ ഇതുവരെ പോയതുപോലെ വീട്ടിൽ ജനിച്ചു വീണ കാരണത്തിൻ്റെ വ്യസനങ്ങൾ അതിനകത്തൊന്നും ഇനി എനിക്ക് തുടരാനാവില്ല. കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളുമായി ദൈവം എൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ ഇനി വിശാലമാക്കപ്പെട്ട അതിരുകൾ ഭേദിച്ച് അവനകത്ത് കടക്കാൻ പോവുകയാണ്. ഞാൻ പൈശാചിക മേഖലയിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ എൻ്റെ പ്രാർത്ഥന പരിധിക്ക് അപ്പുറം കടക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ചിന്താഗതിക്ക് അപ്പുറം കടക്കാൻ പോവുകയാണ്. ഇവിടെ എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ കൈയാണ്. ഇവിടെ എനിക്ക് ദൈവത്തിന്റെ കൈ വേണം. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്തോത്രം. ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല നിങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയത്. ആമേൻ. രാവിലെ വരുമ്പോൾ ഉടുപ്പിട്ട് വെച്ച് പോരുമായിരുന്നു അല്ലേ? ഒരു സ്തോത്രം പോലും നമ്മളിൽ അധികം പേരും പറഞ്ഞു കാണത്തില്ല. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിശ്വസിക്കണം. ആമേൻ പറ. ദൈവത്തെ വിശ്വസിക്കണം. എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്നും എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ലെന്നും, ആരെല്ലാം എന്നെ മറന്നാലും എന്റെ ദൈവം എന്നെ മറക്കത്തില്ലെന്നും ദൈവജനം ഉറപ്പായും വിശ്വസിക്കണം. ആമേൻ. ഇന്നലത്തെ ഒരു ജസ്റ്റ് ബിലീവർ അല്ല ഞാനൊരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയ വിഷയം എൻ്റെ അതിരെനിക്ക് വിശാലപ്പെടണമെന്നാണ്. ഞാൻ മറ്റൊരു മേഖലക്കകത്തേക്ക് കയറുവാണ്. ഇവിടെ ഞാൻ സേഫ് ആയിരുന്നു, കാരണം ഈ സർക്കിൾ ചെറുതാണ്. പക്ഷെ ഇനി ഞാൻ നടന്നു കയറുകയാണ്. അവിടെ എനിക്ക് പ്രതിസന്ധികളുണ്ട്, അവിടെ എനിക്ക് വെല്ലുവിളിയുണ്ട്, അവിടെ എനിക്ക് എതിരെ നിൽക്കുന്ന ചില ശക്തികളുണ്ട്. അവിടെ എനിക്ക് ജയിക്കാൻ എന്റെ കൈ പോരാ. അങ്ങയുടെ കൈ എന്റെ കൂടെ വരണം. അങ്ങയുടെ കൈ കൊണ്ട് എന്നെ താങ്ങണം. അങ്ങയുടെ കൈ കൊണ്ട് എന്നെ മറച്ചു പിടിക്കണം. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമേ, അങ്ങയുടെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആമേൻ. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈ. എന്താ പ്രത്യേകത? അത് ബലമുള്ള കൈയാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് നിങ്ങളെ താങ്ങി നടത്തും. ദൈവത്തിന്റെ കൈ നമ്മെ താങ്ങി നടത്തുന്ന കൈയാണ്. ഞാനിതാ നിങ്ങളെ എൻ്റെ ഉള്ളം കരത്തിൽ വഹിക്കുന്നു.
ദൈവത്തിന്റെ കൈ നമ്മെ വഹിക്കുന്ന കൈയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കൈയിൽ വരയ്ക്കുന്നു. ദൈവത്തിന്റെ കൈ നമ്മെ വരയ്ക്കുന്ന കൈയാണ്. ആ കൈയുടെ കാര്യമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ആ കൈയെ പറ്റി സംസാരിക്കുന്നത്. സ്തോത്രം. ആ കൈ കൊണ്ടല്ല, ആ കൈയിലെ ഒരു വിരലുകൊണ്ട് പാറമേൽ എഴുതിയപ്പോ പാറയിൽ നിന്ന് തീപ്പൊരി ചെതറിയെന്ന പുസ്തകം വിരലുകൊണ്ട് എഴുതുമ്പോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരത്തെയും ദൈവം വാക്കുകൊണ്ടുളവാക്കിയപ്പോ നിങ്ങൾ പറയുന്ന സൂര്യനെയും, നിങ്ങൾ പറയുന്ന ചന്ദ്രനെയും, നിങ്ങൾ പറയുന്ന സമുദ്രത്തെയും, നിങ്ങൾ പറയുന്ന വാനഗോളങ്ങളെയും, നിങ്ങൾ പറയുന്ന എന്തിനേയും ദൈവം വാക്കുകൊണ്ടുളവാക്കിയപ്പോ ദൈവത്തിന്റെ കൈ കൊണ്ട് മെനഞ്ഞതൊന്ന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ അത് നാമാണെന്ന് തിരിച്ചറിയുന്നവർ, ദൈവം തന്റെ കൈ കൊണ്ട് മെനഞ്ഞത്. ഓ ജീസസ്, ഹല്ലേലൂയ. നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയെന്ന്. ദൈവത്തിന്റെ കൈപ്പണിയാണ് മനുഷ്യൻ. ഹല്ലേലൂയ. ആ കൈ, എന്നെ മെനഞ്ഞുണ്ടാക്കിയ ആ കൈ. ഓ, നിങ്ങളൊരു ആമേൻ പറഞ്ഞേ. ഞാൻ ഈ പറയുന്നതിൻ്റെ ഒന്ന് ആഴവും കനമൊന്നും ഇടിച്ചു കയറുന്നില്ലേ? സ്തോത്രം. എന്നെ മെനഞ്ഞുണ്ടാക്കിയ കൈ. ആമേൻ, ആമേൻ, ആമേൻ. ആ കൈ എൻ്റെ കൂടെ ഉണ്ടാകണം. ഞാൻ ചെലവിലേക്ക് കയറാൻ പോവാണ്. ഞാൻ ചെലവിലേക്ക് ചെല്ലാൻ പോവാണ്. ഞാൻ ചെലവിന്റെ നേരെ ചൂണ്ടാൻ പോവാണ്. ഞാൻ ചെലവിനോട് കൽപ്പിക്കാൻ പോകുകയാണ്. ഞാൻ ചെലവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ ചെലവിന്റെ നേരെ തിരിയാൻ പോകുകയാണ്. അവിടുത്തെ കൈ എൻ്റെ കൂടെ. ഹല്ലേലൂയ. എനിക്ക് അങ്ങയുടെ കൈ അത്യാവശ്യമാണ്. അതിന്റെ സഹായം എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ ദൈവത്തോട് സഹായം ചോദിക്കാറുണ്ടോ? അവിടുത്തെ കൈ എനിക്ക് അനുകൂലമാകണമെന്ന് ദൈവത്തോട് പറയാറുണ്ടോ? ആമേൻ. ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം കേട്ടോ. സ്തോത്രം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ആമേൻ, ആമേൻ. അവിടുത്തെ കൈ എനിക്ക് അനുകൂലമാക്കി തരണം. അവിടുത്തെ ഹൃദയം എന്നിലേക്ക് തിരിച്ചു തരണം. സ്തോത്രം. മോശ ദൈവത്തോട് പറഞ്ഞു, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണമെന്നാണ്. നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. ആമേൻ. നീ എനിക്ക് പണം തരണമെന്നല്ല, നീ എനിക്ക് വാള് തരണമെന്നല്ല, നീ എനിക്ക് ഭാഷ തരണമെന്നല്ല. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നിന്റെ സാന്നിധ്യം വരണം. മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് എൻ്റെ വിക്കു മാറ്റി തരണം. എനിക്ക് എൻ്റെ വിക്കു മാറ്റി തരണം. ഞാൻ തടിച്ച നാവുള്ളവനാണ്. എനിക്ക് പറവയോട് സംസാരിക്കാൻ ആ ഭാഷ എൻ്റെ നാവിൽ വഴങ്ങില്ല. നീ എൻ്റെ വിക്കു മാറ്റി തരണം. നിങ്ങൾ ഈ പുസ്തകം തിരിച്ചു മറിച്ചു നോക്കിക്കോ, ദൈവം അതിന് ആൻസർ ചെയ്തിട്ടില്ല. ആമേൻ. വിക്ക് മാറ്റാന്നോ മാറ്റി തരത്തില്ലെന്നോ ദൈവം പറഞ്ഞിട്ടില്ല. പകരം ദൈവം പറഞ്ഞു, മോശേ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാൻ നീ തയ്യാറെങ്കിൽ നിന്റെ പരിമിതികൾക്കപ്പുറത്ത് നിന്റെ കൂടെ ചലിക്കുന്ന ദൈവ സാന്നിധ്യം നിനക്കു വേണ്ടി പ്രവർത്തിക്കൂ. ഓ, നിന്റെ വീട് ദൈവത്തിന് വിഷയമല്ല. നിന്റെ അറിവ് ദൈവത്തിന് വിഷയമല്ല. നിന്റെ കഴിവ് ദൈവത്തിന് വിഷയമല്ല. വിദ്യാഭ്യാസം ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽ ദൈവത്തോട് പറ, എന്റെ കൂടെ അങ്ങ് ഉണ്ടാകണം. നിന്റെ സാന്നിധ്യം, നിന്റെ കയ്യ്, നിന്റെ മനസ്സ് അതെന്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ അതിരെനിക്ക് വിശാലപ്പെടുത്തണം. 2, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഇതേ പ്രാർത്ഥന ഒരിക്കൽ യാക്കോബ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിന്റെ കൈ എന്നോട് കൂടെ ഇരുമ്പോൾ ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും എന്നെ സമാധാനത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ. ഞാൻ യാക്കോബ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ദൈവം കേട്ടു.
അവൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ കൈ അവൻ്റെ കൂടെ നിന്നു. അവൻ ചെമ്മദേശത്ത് ദൈവം അവനെ ആദരിച്ചു, അവനെ വർദ്ധിപ്പിച്ചു, അവനെ സമ്പന്നനാക്കി, മടക്കി ദൈവം ഇതേ സ്ഥലത്തേക്ക് എത്തിച്ചു. ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കാമോ? നിന്റെ കൈ എനിക്ക് അനുകൂലമാക്കണമെന്ന്. ആമേൻ, ആമേൻ. മനുഷ്യന്റെ കൈകൾ ചുരുങ്ങും, മനുഷ്യർ നീട്ടിയ കരങ്ങൾ പിൻവലിക്കും, മനുഷ്യർ ആശീർവദിച്ച കരം കൊണ്ട് തന്നെ ശപിക്കും. ആമേൻ, ആമേൻ. എന്നാൽ ദൈവം അങ്ങനല്ല, ദൈവം അങ്ങനല്ല. മനുഷ്യന്റെ കയ്യിലോട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും, മനുഷ്യന്റെ കയ്യിലോട്ട് നോക്കിയാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും. എന്നാൽ ദൈവത്തിന്റെ കയ്യിലേക്ക് നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൈ ഒരിക്കൽ നിവർത്തപ്പെട്ടപ്പോ 600,000 ഇസ്രായേലിന് ആഹാരം കിട്ടി. ആ കൈ ഒരിക്കൽ നീട്ടപ്പെട്ടപ്പോ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു. ആ കൈ കൊണ്ട് തൊട്ടപ്പോ കുഷ്ഠരോഗി സൗഖ്യമായി. ആ കൈ കൊണ്ട് തൊട്ടപ്പോ നയീനിലെ വിധവയുടെ മകൻ ഉയർത്തു. ആ കൈ കൊണ്ട് തൊട്ടപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടായി. എന്നെ തൊടണമെന്ന് പറയണം. ആമേൻ. എന്നെ തൊടണമെന്ന് പറയണം. ദൈവത്തിന്റെ ഉള്ളം കൈക്കകത്ത് ദൈവം നമ്മെ വരച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ എല്ലാം കൈക്കകത്ത് വരയില്ലേ? 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 നോക്കിയ വരയുണ്ടോ നോക്കി. അയ്യോ, ഊടുപാടെ വരയും അല്ലേ? ദൈവത്തിന്റെ ഉള്ളം കൈക്കകത്ത് ദൈവം നമ്മെ വരച്ചെന്നാണ്. എൻ്റെ കയ്യിൽ വര കാണാമോ? ഇതുപോലെ ദൈവത്തിന്റെ കൈക്കകത്ത് വര, ഒരാശയം പറയുന്നതാണ്. ദൈവത്തിന്റെ കൈക്കകത്ത് വരയാണ്. ആ വരയിൽ നമ്മളുണ്ട്. ആമേൻ. ഈ വരയാന്ന് അങ്ങ് വിചാരിച്ചോ. ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഇവിടെ ഇവിടെ. ഇത് ദൈവത്തിന്റെ കൈയാന്ന് അങ്ങ് വിചാരിക്കുക. ഈ വരയുടെ ഈ ഡോട്ടാ ഞാൻ. ദൈവം ഈ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച ഇതിൻ്റെ അകത്തു നിന്നും എന്നെ വലിച്ചെടുക്കാൻ ഏത് ശക്തിക്ക് സാധ്യമാകുക? ഞാൻ ദൈവത്തിന്റെ ഉള്ളം കൈക്കകത്താണെങ്കിൽ, ആ കൈയുടെ പ്രൊട്ടക്ഷന്റെ അകത്താണ് ഞാനെങ്കിൽ, ഇതിൻ്റെ അകത്തു നിന്നും എന്നെ വലിച്ചെടുക്കാൻ പുതുപ്പള്ളിയിലെ ഏത് പിശാചിനാ കഴിയുന്നേ? കോട്ടയത്തെ ഏത് അധികാരത്തിനാ കഴിയുന്നേ? എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നവർ ദൈവത്തിന്റെ കൈയാങ് ഉറപ്പുള്ളവർ ഈ പകലൊന്ന് കരമടിച്ച്